നമസ്കാരം. UAE, ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ, ഖത്തർ എന്നീ 5 അറബ് രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ ഇറാൻ നടത്തിയ കടന്നുകയറ്റത്തെ സൗദി അറേബ്യ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും രാജ്യങ്ങളുടെയും പരമാധികാരത്തിന്റെ മേലുള്ള ഇത്തരം നഗ്നമായ ലംഘനങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൗദി മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. ഇറാന്റെ ആക്രമണത്തെ നേരിടാൻ ഈ 5 സഹോദര രാജ്യങ്ങൾക്കും സൗദി അറേബ്യ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സുരക്ഷാ നടപടികൾക്കായി സൗദിയുടെ എല്ലാവിധ കഴിവുകളും സജ്ജമാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ഉച്ചയോടെ സൗദി തലസ്ഥാനമായ റിയാദ് നഗരത്തിന്റെ കിഴക്ക് ഭാഗമായ തുമാമയിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒന്നിലധികം തവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ മണ്ണിൽ നടന്ന ആക്രമണങ്ങൾ വഞ്ചനാപരമെന്നാണ് ബഹ്റൈൻ ഭരണകൂടം വിശേഷിപ്പിച്ചത്. തങ്ങൾക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ട്, ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ഭരണകൂടം പ്രഖ്യാപിച്ചു. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഖത്തറിലും മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ US സൈനിക താവളമായ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിനെ അടക്കം ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത്. ദോഹയ്ക്ക് മുകളിലൂടെ പറന്നെത്തിയ ബാലിസ്റ്റിക് മിസൈലുകളെ മിസൈൽ വേദ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഖത്തർ തകർത്തു. ആക്രമണത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മിസൈൽ അവശിഷ്ടങ്ങൾ ജനവാസമില്ലാത്ത മേഖലകളിലാണ് പതിച്ചത്. ആക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് അപലപിച്ചു. ആക്രമണങ്ങൾ മരണത്തിനും നാശത്തിനും മനുഷ്യരുടെ ദുരിതത്തിന് മാത്രമേ കാരണമാകൂ എന്ന് പറഞ്ഞ അദ്ദേഹം എല്ലാ കക്ഷികളും ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും അഭ്യർത്ഥിച്ചു. ഇന്ന് രാവിലെ ഇറാനിലുടനീളം ഇസ്രായേലും അമേരിക്കയും നടത്തിയ സൈനിക ആക്രമണങ്ങളെയും തുടർന്ന് ഇറാൻ നടത്തിയ തിരിച്ചടികളെയും ഞാൻ അപലപിക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. എപ്പോഴത്തെയും പോലെ ഏതൊരു സായുധ പോരാട്ടത്തിലും സാധാരണക്കാരാണ് അതിന് വലിയ വില നൽകേണ്ടി വരുന്നത്. മിസൈലുകളും ബോംബുകളും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനുള്ള വഴിയല്ല. സിവിലിയന്മാർക്ക് നേരെയുള്ള ഈ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും സംയമനം പാലിക്കണം. മണിക്കൂറുകൾക്ക് മുമ്പ് പരിഹാരത്തിനായി ശ്രമിച്ചിരുന്ന ആ ചർച്ചാമേശയിലേക്ക് തന്നെ എല്ലാവരും മടങ്ങി വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചിരുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയുടെ പ്രതികരണവും പുറത്തു വന്നിരുന്നു. ഇന്നത്തെ ആക്രമണങ്ങളിൽ താൻ നിരാശയിലാണെന്ന് പറഞ്ഞ അദ്ദേഹം സജീവവും ഗൗരവകരമായ ചർച്ചകൾ വീണ്ടും തകർക്കപ്പെട്ടിരിക്കുന്നു. ഈ നീക്കം അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കോ ആഗോള സമാധാനത്തിനോ ഗുണകരമാകില്ലെന്നും പറഞ്ഞു. ഇതിനാൽ ദുരിതം അനുഭവിക്കുന്ന നിരപരാധികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനിയും കൂടുതൽ ആഴത്തിൽ ചെന്ന് കൊടുങ്ങരുതെന്ന് ഞാൻ അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും ഇത് നിങ്ങളുടെ യുദ്ധമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പുതിയ ഘട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയ ആക്രമണം ആശങ്കാജനകമാണെന്നായിരുന്നു ഇറാൻ വിദേശകാര്യ ഉപമന്ത്രി ഹമീദ് ഖൻബാരി അൽ ജസീറയോട് പറഞ്ഞത്. ആക്രമണത്തിന്റെ സമയം പരസ്പര വിശ്വാസം തകർക്കുന്നതാണെന്നും സമാധാനപരമായ പരിഹാരത്തിനുള്ള പ്രതിബദ്ധതയിൽ ഗുരുതരമായ സംശയം ജനിപ്പിക്കുന്നതാണെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. സ്വയം പ്രതിരോധിക്കാൻ ഇറാൻ അവകാശമുണ്ടെന്നും നിലവിലെ സൈനിക വർധനവ് മൂലമുണ്ടാകുന്ന ഏതൊരു മാനുഷിക നഷ്ടത്തിലും ഖേദിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ദക്ഷിണ ഇറാനിലെ മിനാബ് നഗരത്തിലുള്ള പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 51 ഉയർന്നതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. 60ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇസ്രായേൽ സ്കൂളിന് നേരെ നേരിട്ട് ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് സിറ്റി ഓഫീസർ മുഹമ്മദ് റാത്ത് മെഹർ പറഞ്ഞത്. ആക്രമണം നടക്കുമ്പോൾ 170 വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നതിനാൽ മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.